ഒന്ന്, ശ്രുതിക്ക് വീട് കൊടുക്കാം എന്ന് ടി സിദ്ദിഖ് MLA എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു ചെറിയ പിക്ചർ എടുത്തു. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. 2024 സെപ്റ്റംബർ മാസം 26-ാം തീയതി പ്രിയ സഹോദരി ശ്രുതിക്ക് 120 ദിവസം കൊണ്ട് വീടൊരുങ്ങും. ഇന്ന് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ 11 സെൻറ്റ് സ്ഥലത്ത് വീടിൻ്റെ തറക്കല്ലിട്ടു. 1500 സ്ക്വയർ ഫീറ്റ് വീടൊരുക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ടൈം ന്യൂസ് എന്ന സ്ഥാപനമാണ്. എൻ്റെ FB പോസ്റ്റാണ്. അടുത്ത വാചകം: ശ്രുതിയെ ചേർത്ത് നിർത്താൻ ഒപ്പം നിന്ന ടൈം ന്യൂസിന് ഹൃദയത്തിൽ നിന്ന് നന്ദി. ഒന്ന്, CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇത്രത്തോളം വിഷയദാരിദ്ര്യത്തിലാണ് എന്നുള്ളത് ഇന്ന് തെളിയിക്കപ്പെടുകയാണ്. അവരുടെ ഇത്രത്തോളം അവർ ദുർബലരും ഇത്രത്തോളം അവശരുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം എന്നുള്ളത് ഇന്നത്തെ പത്രസമ്മേളനത്തോടു കൂടി കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ഒരു കാര്യം പറയുമ്പോൾ അറിയാതെ പറയല്ലത്, ഇത് ബോധപൂർവമുള്ള പറച്ചില്ല. അവിടെയാണ് ഏറ്റവും പ്രധാനം. അറിയാതെ പറയുകയാണെങ്കിൽ കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റിപ്പോയി എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് ബോധപൂർവം തെറ്റ് പറഞ്ഞ് ഒന്ന് സ്ഥാപിച്ചെടുത്ത് ക്ഷീണിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള പരിശ്രമമാണ്. ഒന്ന്, ഞാൻ ആദ്യ ടൗൺഷിപ്പിലേക്ക് CMDRF-ലേക്ക് പണം കൊടുത്തില്ല എന്ന് പറഞ്ഞു. 2, കൂവിത്തോൽപ്പിക്കാൻ ശ്രമിച്ചു. പച്ച നുണ പറഞ്ഞ് ഇപ്പോൾ മൂന്നാമത്തെ ശ്രമം. ഇത് മൂന്നാമത്തെ ശ്രമം, പച്ച നുണ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ശ്രമം. ഇതിൻ്റെ പിറകിൽ ഒരു ഗൂഢാലോചനയുണ്ട്, കൃത്യമായ ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചന അന്വേഷിക്കപ്പെടണം. ഒന്ന്, ശ്രുതിക്ക് വീട് കൊടുക്കാം എന്ന് ടി സിദ്ദിഖ് MLA എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ഒരു ചെറിയ പിക്ചർ എടുത്തു. ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. 2024 സെപ്റ്റംബർ മാസം 26-ാം തീയതി പ്രിയ സഹോദരി ശ്രുതിക്ക് 120 ദിവസം കൊണ്ട് വീടൊരുങ്ങും. ഇന്ന് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ 11 സെൻറ്റ് സ്ഥലത്ത് വീടിൻ്റെ തറക്കല്ലിട്ടു. 1500 സ്ക്വയർ ഫീറ്റ് വീടൊരുക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ടൈം ന്യൂസ് എന്ന സ്ഥാപനമാണ്. എൻ്റെ FB പോസ്റ്റാണ്. അടുത്ത വാചകം: ശ്രുതിയെ ചേർത്ത് നിർത്താൻ ഒപ്പം നിന്ന ടൈം ന്യൂസിന് ഹൃദയത്തിൽ നിന്ന് നന്ദി. ഇതാണ് എൻ്റെ FB പോസ്റ്റ്. ഈ ടൈം ന്യൂസ് ഇവരോട് നേരിട്ട് സംസാരിച്ചാണ് ഇതൊക്കെ തീരുമാനമെടുത്തത്. എന്നെ മാത്രമല്ല അതിൻ്റെ തറക്കല്ലിന് ക്ഷണിച്ചത്. ആ തറക്കല്ലിടൽ കർമ്മത്തിൽ അവർ പലരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ദുരന്തബാധിതരുടെ എല്ലാ പ്രവർത്തനത്തിലും പങ്കാളിയാണ്. ഞാൻ അവിടെ ശ്രുതിയുടെ വീടിൻ്റെ തറക്കല്ലിടാനും പോയിട്ടുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. ഇത് ദേശാഭിമാനി, കൈരളി, എല്ലാ ഏഷ്യാനെറ്റ്, മറ്റുള്ള എല്ലാ മുഴുവൻ മീഡിയയും, മാതൃഭൂമി, മനോരമ, 24 ന്യൂസ് ഉൾപ്പെടെ മുഴുവൻ മാധ്യമങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ഇവരാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഞാൻ ഒരുപാട് വീടിൻ്റെ തറക്കല്ലിട്ടിട്ടുണ്ട്. ഇവിടെ ചൂരൽമല മുണ്ടകൈയുടെ ഒരുപാട് വീടിൻ്റെ തറക്കല്ലിട്ടിട്ടുണ്ട്. ഒരുപാട് കടകളുടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. ഒരുപാട് സാമ്പത്തിക സഹായം കൊടുക്കാൻ മറ്റുള്ളവരെ എന്നെ വിളിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മധ്യത്തിൽ വെച്ച് ശ്രുതിക്ക് വീട് കൊടുക്കാൻ തീരുമാനിച്ചു ടി സിദ്ദിഖ്, അതിൽ നിന്ന് പിന്മാറി ടി സിദ്ദിഖ് അവരെ ഇപ്പോൾ ടൗൺഷിപ്പിലേക്ക് അവർ മാറുന്നു എന്നുള്ളതും പറഞ്ഞ് എന്നെ അപമാനിക്കുക, എന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ എന്താ അതിൻ്റെ തീരുമാനം? എന്താ? ഒരു പൊതുപ്രവർത്തകനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ബേസ് ഉണ്ടാവണ്ടേ? ഞാനൊരു സ്ഥാനാർത്ഥിയല്ലേ? സ്ഥാനാർത്ഥിയായ എനിക്കെതിരെ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അവലംബം വേണ്ടേ? FB പോസ്റ്റാണ് എന്നാണ് പറഞ്ഞത്. എന്നോട് ആരാ പറഞ്ഞത്? എന്നോട് നിങ്ങളാണ് പറഞ്ഞത്. FB പോസ്റ്റ് ഞാൻ വായിച്ചല്ലോ. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചല്ലോ. ടൈം ന്യൂസ് എന്ന് പറയുന്ന തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനമാണ് വീട് കൊടുക്കാൻ തീരുമാനിച്ചതും തറക്കല്ലിട്ടതും. അവരെന്നെ വിളിച്ചു, ഞാൻ പോയി. അപ്പോൾ ബോധപൂർവം അപമാനിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഒരു ആരോപണമേ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി പോസ്റ്റിലിരുന്ന് ഇത്രയും മോശമായിട്ടുള്ള ആരോപണവും പ്രവർത്തനവും നടത്തരുത്. അതൊരു അഭ്യർത്ഥനയാണ്. കൂവി തോൽപ്പിക്കാൻ ശ്രമിച്ചു. മുമ്പേ പണം കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഇത് മൂന്നാമത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ വയനാട്ട് കൽപ്പറ്റയിലെ ജനതയ്ക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ശ്രുതിയുടെ കേസിൽ ഞാൻ എങ്ങനെ ഇടപെട്ടെന്നുള്ളത് നിങ്ങൾക്കറിയാലോ.
എങ്ങനെ ഇടപെട്ടു എന്നുള്ളത്, എത്രത്തോളം ഇടപെട്ടു എന്നുള്ളത് അറിയാലോ. അങ്ങനെ നിരവധി കേസുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾക്ക് ഒരു 10 മിനിറ്റ് വാർത്ത കൊടുക്കുകയാണ്, എന്നിട്ട് ചില ചാനലിൽ ലീഡിങ് ന്യൂസായിട്ട് അത് വരികയാണ്. അപ്പോൾ അത് കാണുന്നവർ പിന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിനാണ്ട് പ്രചരിപ്പിക്കുകയാണ്. ശ്രുതിയെ ടി സിദ്ദിഖ് പറ്റിച്ചു. ചേർത്ത് നിർത്താൻ നേതൃത്വം കൊടുത്തൊരു പൊതുപ്രവർത്തകനെ ഇങ്ങനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അപജയം എന്താ ഉള്ളത്?